അമേരിക്കയിലെ പുതിയ ഭരണകൂടം, അതായത് പുതിയ ഭരണാധികാരി ട്രംപ് അവിടുത്തെ ഇന്ത്യക്കാരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഒരു ബാച്ചിനെ അവർ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞു. അമേരിക്കയിലാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. ഇതുപോലുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെയും ഇന്ത്യക്കാര് തൊഴിലെടുക്കുന്നുണ്ട്. അവിടെയെല്ലാം നിലവിലെ ഭരണം മാറി പുതിയ ഒരു ഭരണം വരുമ്പോൾ ആ ഭരണത്തലവന് അല്ലെങ്കിൽ ആ ഭരണ സമിതിയിൽ ഉള്ള ആ മന്ത്രിസഭയിൽ ഉള്ള ആൾക്കാർ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടുത്തെ ഇതുപോലുള്ള മാറ്റങ്ങൾ അവിടെയും ഉണ്ടാവാം. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പറഞ്ഞു വിടുന്നത് അനധികൃതമായി അവിടെ കുടിയേറിയവര്, വിസയുടെ കാലാവധി കഴിഞ്ഞവര് തുടങ്ങിയവരെയാണ് അവർ തിരിച്ചയക്കുന്നത്. ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ നീതി കൊണ്ട് അല്ലെങ്കിൽ നീതി കൊടുത്ത് പഠിപ്പിച്ച് ഓരോ നിലയിൽ എത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രൊഫഷണലിസ്റ്റുകളും അല്ലെങ്കിൽ അല്ലാത്തവരും സ്കിൽഡ് വർക്കേഴ്സ് അതുപോലുള്ള മറ്റ് തൊഴിൽ മേഖലകളിൽ പണിയെടുക്കാൻ പ്രാപ്തരായ ചെറുപ്പക്കാര്, കൗമാര പ്രായക്കാര് അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ആണ് അവർ സ്വപ്നം കാണുന്നത്. പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ പോയി പണിയെടുത്ത് പണമുണ്ടാക്കാം എന്നതാണ് അവരുടെ മനസ്സിലിരിപ്പ്. അവരുടെ വിദ്യാഭ്യാസം രീതി കൊണ്ട് അല്ലെങ്കിൽ അവർ പഠിച്ച തൊഴില് സ്വന്തം നാട്ടിൽ അത് നടപ്പാക്കി സ്വന്തം നാട്ടിൽ ആ തൊഴിൽ ചെയ്ത് ജീവിച്ച് കുടുംബാംഗങ്ങളെയും മറ്റും അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന അല്ല അവരുടെ ആഗ്രഹം. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ, പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ പോയി പണിയെടുത്ത് അവിടെ പണം സമ്പാദിക്കാം. അത് കാലക്രമേണ അവർ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് വഴുതി വീഴുകയും അവരവിടെ സ്ഥിരതാമസമാവുകയും കുടുംബപരമായി തന്നെ അവിടെയെല്ലാം സ്ഥിരം താമസമാവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട്, അത് കേരളീയർക്കുമുണ്ട്. ഏത് പാശ്ചാത്യ രാഷ്ട്രം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം മലയാളികൾ പണിയെടുക്കുന്നുണ്ട്. അത് എഞ്ചിനീയറിംഗ് മേഖലയിലായാലും മെഡിക്കൽ മേഖലയിലായാലും, മെഡിക്കൽ മേഖലയിൽ ഡോക്ടർമാരായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്, അല്ല നഴ്സുമാരുണ്ട്, ക്വാളിഫൈഡ് നഴ്സുമാർ. BSc നഴ്സിംഗ് പാസ്സായിട്ട് അവർ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്കാണ് പോകുന്നത്. അതുപോലുള്ള മെഡിക്കൽ രംഗത്തുള്ള മറ്റ് ടെക്നീഷ്യന്മാർ അവരെല്ലാം പാശ്ചാത്യ രാഷ്ട്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ആ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചതുപോലെ ഒരു ഭരണമാറ്റം വരുമ്പോൾ, പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അവിടെ പണിയെടുക്കുന്ന ഇന്ത്യക്കാർക്ക്, മലയാളികൾക്കെല്ലാം സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അവിടെ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള സ്വത്തുക്കള്, അതുപോലുള്ള മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ തന്നെയും വിറ്റുകൊണ്ടുവരികയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് വരികയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ഒരു തിരിച്ചറിവ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് മലയാളികൾ +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ഉള്ള ജീവിത രീതി, അവിടെ സ്വതന്ത്രമായ ജീവിത രീതി, ആരെയും ഭയപ്പെടാതെ സർവതന്ത്ര സ്വതന്ത്രമായി ജോലിയെടുക്കുകയും ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന മെച്ചപ്പെട്ട വേതനം അത് സ്വതന്ത്രമായി വിനിയോഗിക്കാമെന്നാണ് എന്നിരിക്കെ ആ രീതിയിലുള്ള ജീവിത രീതിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്.
അതിൽ അവർ പാശ്ചാത്യ സംസ്കാരം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സംസ്കാരത്തെ അവർ വെറുപ്പോടെ കാണുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് പലരും സ്വന്തം നാട്, പ്രത്യേകിച്ച് മലയാളികൾ കേരളം ഉപേക്ഷിച്ച് അവർ പഠിത്തം പൂർത്തിയാകുമ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്കാണ് പോകുന്നത്. അത് നേരായ മാർഗത്തിൽ പോകുന്നവരുമുണ്ട്, നേരല്ലാത്ത അനധികൃതമായ മാർഗത്തിലൂടെ അവിടെ പോകുന്നവരുമുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞയച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങളും അമേരിക്കയുടെ നടപടിയിലേക്ക് നീങ്ങിക്കൂടുന്നില്ല. അപ്പോഴെല്ലാം അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരും എന്ന ചിന്ത പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ പോകാനിരിക്കുന്ന കൗമാരപ്രായക്കാർക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ രക്ഷകർത്താക്കൾ, അച്ഛനമ്മമാര്, അവര് അവസാനം ആരുമില്ലാതെ വൃദ്ധസദനത്തിൽ അഭയം പ്രാപിച്ച് അവിടെ കഴിഞ്ഞ് അവിടെ അന്ത്യശ്വാസം വലിക്കുന്ന ഒരു രീതി ഇന്ന് കേരളത്തിലുണ്ട്. ഇവിടുത്തെ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓൾഡ് ഏജ് ഹോമുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ മക്കൾക്ക് സമയമില്ല. അവർ വിദേശത്താണ്, അവർ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വൃദ്ധസദനങ്ങളുടെ എണ്ണം എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വയോധികരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവർ ആരുമില്ലാതെ അനാഥാലയങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ അഭയം കണ്ടെത്തുന്നു. അതല്ലെങ്കിൽ മക്കൾ തന്നെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ട് അവരുടെ ജോലിസ്ഥലമായ, താമസ സ്ഥലമായ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക്, അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അതുപോലുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് അവർ പോകുന്നു. പിന്നെ തിരിഞ്ഞു ആയില്ലെങ്കിലായി. ഈ ഒരു അവസ്ഥ കേരളത്തിൽ നിലവിലുണ്ട്. ഈ അമേരിക്കയുടെ പുതിയ തീരുമാനം, അമേരിക്കയുടെ പുതിയ സർക്കാരിന്റെ തീരുമാനം, അത് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ പോകാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന യുവജനങ്ങളും അതിനോടൊപ്പം തന്നെ കൗമാരപ്രായക്കാരും വിദ്യാർത്ഥികളുമെല്ലാം, ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഈ തിരിച്ചറിവ് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.